ഹലോ, നല്ല ആരോട് കൂടിയിട്ടുള്ള കണ്ണൂരുകാരുടെ കലത്തപ്പനി നമുക്കും തയ്യാറാക്കാം. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്നതാണിത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റിന് വേണ്ടിയിട്ട് ചോറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചോറിന് പകരമായിട്ട് ഞാനിവിടെ അവിലാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ അവിലൊന്ന് കുതിർത്ത് വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ശർക്കര വേണം. ശർക്കര പാനി ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 250 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇനി നമ്മൾ ബാറ്റർ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി വേണം അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കലത്തപ്പം കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായതിനു ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ വേണം ഒഴിച്ചെടുക്കാനുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലോട്ട് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വറുത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്റർ ഒന്ന് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ശർക്കര പാനി ആഡ് ചെയ്യുമ്പോൾ നല്ല ചൂടോട് കൂടി വേണം ഒഴിച്ചെടുക്കാനുള്ളത്. തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാനുള്ളത്. എന്നിട്ട് ഉടനെ തന്നെ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല ലൂസായിട്ട് വേണം തയ്യാറാക്കി എടുക്കാനുള്ളത്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം തയ്യാറാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുക്കർ നല്ല ചൂടോട് കൂടി വേണം ഇരിക്കാനുള്ളത്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. കുക്കറിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കണം. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാനുള്ളത്. എന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 1 മിനിറ്റ് എന്ന് പറയുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാനുള്ളത്. ബാക്കി വരുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഹൈ ഫ്ലെയിമിൽ ആദ്യം 1 മിനിറ്റ് വെക്കണം. എന്നിട്ട് വേണം വേവിച്ചെടുക്കാനുള്ളത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ശർക്കര എടുക്കുമ്പോൾ നമ്മൾ നല്ല കറുത്ത ശർക്കര വേണം തയ്യാറാക്കാനുള്ളത്. പിന്നെ കുക്കറിൽ ബാറ്റർ ഒഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി വേണം റെഡിയാക്കി എടുക്കാനുള്ളത്. പിന്നെ ശർക്കര പാനി ബാറ്റർ ഒഴിക്കുമ്പോഴും നല്ല ചൂട് വേണം. ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല ആരോട് കൂടിയിട്ടുള്ള പെർഫെക്റ്റ് കലത്തപ്പം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും.